അല്ലാന്ന് എന്തായി കാര്യങ്ങളൊക്കെ? ഈ മാസത്തിൽ തന്നെ വേണോന്ന് പറഞ്ഞ? എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. 1.75 അവരുടെ ഡിമാൻഡ്. നമുക്കത് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ സംസാരിക്കാൻ നിന്നില്ല, അത്ര തന്നെ. നസീർ ഉണ്ടായിരുന്നില്ലേ അവിടെ? ഉണ്ട്. ഓൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓൻ്റെ ഉപ്പയെ വാശി പിടിച്ചത്. മോള് വിഷമിക്കണ്ട, സാരല്ല, എല്ലാം ശരിയാവും. ഓനല്ലെങ്കിൽ മറ്റൊരാൾ നടക്കുണ്ടാവും. എല്ലാം അള്ളാന്റെ പരീക്ഷയാണ് മോളെ. ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവനല്ലേ മനുഷ്യൻ, അല്ലാത്തവൻ മനുഷ്യനല്ലല്ലോ. എല്ലാം മറന്നേക്കും മോളെ, സാരല്ല. അല്ല കോയാമു, നമ്മുടെ മൊല്ലാക്കാടെ മോളുടെ കല്യാണക്കാരി എന്തായി? അതൊന്നും പറയണ്ട, ഞാൻ അപ്പോഴേ വിചാരിച്ച. അല്ലെങ്കിൽ സൈതാലിന്റെയും മൊല്ലാക്കാന്റെയും സ്വഭാവം ഒരു കണ്ടെത്തി ചേരൂല. സത്യം പറഞ്ഞ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞമ്മളെ മണി കുറയേ ഞമ്മള് നേരിട്ടുണ്ടാക്കിയതല്ലോ. അല്ലെങ്കിലും കൊതിച്ചത് നടക്കൂല, വിധിച്ചതേ നടക്കുള്ളൂ. ഇത്രയും പഠിപ്പുള്ളൊരു കുട്ടീനെ ഒരു ബോധമില്ലാത്തവന് കെട്ടിച്ചു കൊടുക്കാൻ ഈ മുല്ലാക്കാക്ക് എന്താ പ്രാന്തുണ്ടോ? ഇങ്ങക്ക് അറിഞ്ഞൂടെ അയാളെ വീട്ടിലെ കഥ? പിന്നെന്താ, പഴയ കാലത്തെ നോമ്പെന്താ നിസ്കാരം എന്താ ഒരു ചുക്കോൻ അറിഞ്ഞൂടാ. ഇപ്പോഴോ നമുക്ക് റംസാൻ മാസത്തിൽ നോമ്പ് പിടിക്കാതെ ചായയും കുടിച്ച് ബീഡിയും പറിച്ച് പീടിയെ കൊല്ലാൻ നിരങ്ങും. പള്ളിയിലെ മൊയ്ലാറ് എപ്പോ ഓനോട് വാതില് പറയും. എന്ത് കാര്യം? വെട്ടാൻ വരുന്ന പോത്തിനോട് പേതോദിച്ച് എന്താ കാര്യം? അല്ല കോയാമു, എന്നിട്ടാ കല്യാണക്കാരി മുടങ്ങിയ? പിന്നെന്താ, സെയ്താലിക്ക് 1.75 വേണമെന്ന് പറഞ്ഞു. മുല്ലാക്കുണ്ടോ അതിനുള്ള കെൽപ്പ്? കഴിവില്ലാത്തവൻ നിക്കാഹിന് പകരം നോമ്പെടുത്തു കൊള്ളട്ടെ എന്നാണ് നമ്മുടെ മുത്തുനബി പറഞ്ഞേക്കണത്. ഇപ്പോഴത്തെ ചെക്കന്മാര് പണിയൊന്നുമില്ലെങ്കിലും 100 ഇല്ലാണ്ട് കല്യാണം കഴിക്കൂല. മറ്റൊരുത്തന്റെ കാശും മേടിച്ച് കുറെ ബിരിയാണിയും ചോറും ഉണ്ടാക്കി കൊടുത്ത വലിയ കാര്യായി. നാണം കെട്ട ഏർപ്പാട്. അല്ല, നിങ്ങൾ പോരണ്ട, ഞാൻ മാർക്കറ്റിലേക്കാ. എന്താ ഭംഗി, വെളുത്ത ശരീരത്തിൽ കറുത്ത പർദ്ദ, ജോഡി ആയിട്ടുണ്ട്. എന്താ മോളെ ഡിമാൻഡ് കാട്ടുന്നുണ്ടോ? വേണ്ട മോളെ, വേണ്ട. എന്താടാ ജാര, അനക്കെന്താ വേണ്ടേ? കള്ള ഹിമാറ പഴി കൂടി പോണ പെണ്ണുങ്ങളെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്കടാ. മോനെ മോനെ നസീറ്, അവിടെ നിൽക്കാൻ. ഇന്നലെ എന്റെ കൂട്ടുകാരൻ ബോംബെ വിളിച്ചിരുന്നു. ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരു കമ്പനിയില്ല. ഒരുപക്ഷെ അവന്റെ കെയർ ഓഫില് ഞാൻ ദുബായിലേക്ക് പോകും. മോനെ പോലെ മോനെ, നിങ്ങൾ കണ്ടില്ല അവൻ പോണത്? അവൻ ഇങ്ങോട്ട് വിളിക്ക്.
വാലേക്കും സലാം. കോയാമോ വാ വാ കേറിക്ക്. ഞാനിപ്പോ വന്നതേ മുല്ലാക്കാന്റെ മോക്ക് ഒരു കല്യാണക്കാരി ആലോചിക്കാനാ. ആരാ കോയാമോ ആള്? നല്ല ചെറുക്കനാ. നമ്മളെ ശ്രീനാരായണ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപകനാ. പുകവലി, പൊടിവലി, കുത്തുവലി ഒന്നുമില്ല. അതെന്താ കോയാമോ ഈ കുത്തലവലി? അതിപ്പോഴത്തെ ചെറുപ്പക്കാരൊരു ഫാഷനാ. കൈ ഇങ്ങനെ പോയിട്ട് ചുണ്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുമല്ലോ. എന്താ അതിന്റെ പേര്? മധുവോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തിനു പറയുന്നു? ഓനൊരു നയാ കാശ് ഒരാൾക്ക് കൊടുക്കൂല. അപ്പൊ ഓനത്ര ബഹീല? മുല്ലാക്ക, നിങ്ങൾ മലയാളത്തിൽ പറയും, എനിക്ക് ഇംഗ്ലീഷ് തിരിയൂല. പിന്നെ ശ്രീധനും പകരും ഒന്നും ഓന് വേണ്ട. ഇങ്ങനെ മൂക്ക് കൊടുക്കണം 30 40 സ്വർണ്ണോ. അതിനല്ലേ കോയാമോ സ്ത്രീധനം എന്ന് പറയാ. സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് കൊടുക്കുന്ന ധനത്തിനാണ് സ്ത്രീധനം. അതല്ല ഞാൻ പറഞ്ഞ്. ആ. 1 ലക്ഷോ 2 ലക്ഷോ ഇങ്ങനെ എണ്ണി കൊടുക്കണ്ടെന്നാ. ഓ അങ്ങനെ. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. അവനൊരു സ്റ്റൈൽ മേനാ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ചില വിഷയങ്ങൾ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പിന്നെ ആരായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. കദീസോ, ആ കോയാമൊരു ചായ കൊടുക്ക്. ദാ കൊണ്ടുവരുന്നു. അതെങ്ങനെ ശരിയാവാ കോയാമോ? ഒരു ദീനിയായുള്ള എന്റെ മോളെ ഓന് കുഫോക്കൂല്ലോ. കാശെന്ന് പറഞ്ഞാൽ ദില്ലും സാഹിലും എന്നല്ലേ. ഇന്ന് എന്റെ അടുത്താണെങ്കിൽ നാളെ എന്റെ അടുത്ത്, മറ്റന്നാ വേറൊരാളടുത്ത്. അതാ കാശിന്റെ സ്ഥിതി. പക്ഷെ കാശിന്റെ ലാഭം നോക്കിയിട്ട് എന്റെ മോളെ ഓന് കെട്ടിച്ചു കൊടുത്താൽ എന്റെ മോളുടെ ആഹിരം നഷ്ടപ്പെടൂലേ? എന്നാ വേണ്ട, മറ്റൊരു ടീമായാലോ? മതിലകം തറവാട്ടിലെ സാഹിബിന്റെ മകൻ ദാദാ സുബേർ ആയാലോ? നല്ല പെരുമാറ്റം, ഡീസന്റ് ഉള്ള സ്വഭാവം. ദാദാന്ന് വിളിക്കുന്നോണ്ട് പേടിക്കൊന്നും വേണ്ട. ഓനൊരു പാവ. സാഹിബിന് മനസ്സിലായില്ലേ? കാശ് എറിഞ്ഞ് കളിക്കാൻ സാഹിബിനെ പോലെ ഒരാള് ഞമ്മളെ മഹലില്ല. അവിടേക്ക് മൊല്ലാക്കാന്റെ മോള് കയറി ചെല്ലാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. കോയാമോ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരു ഇണയെ തേടുമ്പോ അത് ഇന്നും നാളേക്കും മാത്രമുള്ളതല്ലല്ലോ. ജീവിതം മുഴുവനും നാളെ സ്വർഗത്തിലും പങ്കാളിയല്ലേ. കോയാമോ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. ഈ ദാദാ സുബൈർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ദാദയല്ലേ ഓൻ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ പോയിട്ട് ദാദായി നടന്ന ഓനക്ക് എന്റെ മോളെ യോജിക്കോ കോയാമോ? അത് വേണ്ടെങ്കിൽ കോഴിക്കോട് വല്യങ്ങാടിയിൽ ഒരു ചെറുക്കുണ്ട്. നല്ല സ്വഭാവ, ഡീസന്റ് ഉള്ള പെരുമാറ്റം, ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അതാലോചിക്കാം. ഹയറാണെങ്കിൽ നടത്താം ഇൻഷാ അല്ലാ. എന്നാൽ എത്രയും പെട്ടെന്ന് അവനെയും കൂട്ടി വരാം, കാര്യങ്ങൾ നടത്താലോ. എന്നാ ഞാൻ പോയി വരാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. മതി മോളെ, ഈ വേഗം ചെല്ലി. വരുന്നു ഉമ്മ. കൂട്ടിപ്പം വരും. നല്ലോണം നോയിക്കോളാം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റ് മതി. ആദ്യം അങ്ങോട്ട് കൊടുക്കുമോളെ. അവിടെ കൊടു. ഇനി ഇങ്ങോട്ട്. അപ്പൊ ഞമ്മക്കില്ലേ മോളെ? കല്യാണം പ്രമാണിച്ച് മാമാനം മറന്ന. പേരെന്താ? മാമു. അന്റെ പേരല്ലടോ, കുട്ടിന്റെ പേരാ ചോദിച്ചു. ഒരു പൊടിക്കടങ്ങ് പേര് പറഞ്ഞുകൂട് മോളെ. സൗദ. എന്തിനാ പഠിക്കണേ? അഫ്ലർക്ക് 10-11 കഴിഞ്ഞിട്ടുള്ളത്. അഫ്ലലുമിക്ക് സെക്കൻഡ് ഇയർ. അത് തന്നെ അഫ്ലറമ്മ. ഇപ്പൊ പരീക്ഷയാ. അത് തന്നെ. അങ്ങോട്ട് ചെല്ലേ. പൊടിക്കടങ്ങളിയാ മോളെ, ഈ ഓനെ നോക്കിക്കോ. ആനക്ക് അതിനുള്ള അർഹതയുണ്ട്.
നല്ലോണം നോക്കിക്കോ, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആനക്കും ഇഷ്ടപ്പെടും, അന്റെ കുടിക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന്. എന്നാ ഞങ്ങൾ പോവാ. ആ ആ വരിക്ക്.